നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി പേരാമ്പ്ര റൂട്ടിലുള്ള കുരുടിമുക്ക് എന്ന് പറഞ്ഞ ഒരു അങ്ങാടിയിലുള്ളത്. അപ്പോൾ ഈ അങ്ങാടിക്ക് കുരുടിമുക്ക് എന്ന് പേര് വരാൻ വേണ്ടി കാരണം ഉണ്ടാവും. അത് എങ്ങനെയാണ് ഈ കുരുടിമുക്ക് എന്ന് ഇവിടെ പേര് വന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. വാ. അയക്കുള്ള സ്ഥലത്തൊക്കെ കൊത്തി നോക്കിയാൽ പൂർണ്ണമായിട്ട് ഈ കുരുടി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, അതിനെ കാണാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു പേരെന്നാന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റിവിടെ വേറൊരു ഒന്നും കാണാനില്ല. പിന്നെ ഈ തെങ്ങുമ്മലൊക്കെ കുരുവിക്കൂട് ഉണ്ടാകുന്നുണ്ട്. കുരുവിയായിട്ട് അത് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടു പോയി. ഇവിടെ നിരന്തരം ഉണ്ടാകുകയായിരുന്നു കുരുവി, ചെറിയ കുരുവികളിങ്ങനെ കൂടുണ്ടാക്കി. കുരുടിമുക്ക് എന്ന് പറഞ്ഞ വീട് അവിടെ ഉള്ളത് കൊണ്ടാണ് കുരുടി വീട് എന്നാണ്. കുരുടിമുക്ക് പിന്നെ ആയതാ കുരുടി വീട് എന്നാണ് പറയല്. കുരുടിയിട്ട് പോകുക എന്ന് പറയും. കുരുടി വീട്ടിൽ പോക്കാന്ന്. അന്ന് കുരുടിയുള്ള വളപ്പിലെ വീടിയുള്ളൂ. അത് ആദ്യം ചൊക്കുറാക്കാൻ തന്നെ ആളായിരുന്നു. അയാൾ പിന്നെ കണീനളപ്പിലേക്ക് താമസം മാറി. അതിൻ്റെ പള്ളിക്കാമത്തെ അവരെടുത്തായി. അതിൻ്റെ ശേഷമാണ് പള്ളിക്കാമത്തെ പിന്നെ അഹമ്മദ് ഖാൻ്റെ മൂത്തവനെ ആര്യാജി അടുത്ത അയാൾ തഹസിൽദാറായിരുന്നു അവിടെ താമസാക്കിയത്. അത് കുരുടി മുക്കായത് പിന്നാണ് അത് കുരുടി വീട് എന്നാണ് പറയല്. ആ വീടിനെ ബേസ് ചെയ്തിട്ടാണ് കുരുടി മുക്ക് എന്നുള്ള പേര് വന്നത്. കാളിയത്തെ പോലെയാണ്, കാളിയത്ത് എന്ന് പറഞ്ഞ വീടുള്ളതുകൊണ്ടാണ് കാളിയത്ത് മുക്ക് വന്നത്. തണ്ടേത്തായ പോലെയാണ് തണ്ടയിലുള്ള പറമ്പത്തത് പോലെയാണ് പറമ്പത്ത് വീടുള്ളതുകൊണ്ട് വന്നത്. ഈ ചാവട്ടിന് അതുപോലെ ചെക്കിയോട്ട് വയലിൽ നിന്നാണ് പറയൽ. അന്ന് ചെക്കിയോട്ട് തന്നെ വീടുണ്ടാണ്, ചെക്കിയോട്ട് വയലിൽ നിന്നാണ് പറയൽ. അതിപ്പം മാറി ചാവട്ട് തന്നെ, ഇപ്പം ചെക്കിയോട്ട് വയലിൽ നിന്നാരും പറയാറില്ല. അതങ്ങനെ ഒരുപാട് വികസനത്തിൽ ഇപ്പം കുരുടിമുക്ക് അരിക്കുളം പഞ്ചായത്തിൻ്റെ ഒരു ഹൃദയഭാഗം ഇപ്പം കുരുടിമുക്കായിട്ടാണ് വരുന്നത്. അരിക്കുളം പഞ്ചായത്ത് ഓഫീസുള്ളടത്തല്ല. ഒരു 10-30 കൊല്ലത്തിന് ഇങ്ങോട്ട് ഓടുന്ന വികസനങ്ങളാണ് ഇപ്പോൾ കാണുന്ന വികസനങ്ങളൊക്കെ.